ഓം നമഃശിവായ. സോമവാരവ്രതം ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും പുണ്യമുണ്ടാകുവാൻ മഹേശ്വരനെ തന്നെ ഭജിക്കുക. സോമവാരവ്രതം കൊണ്ട് സോമശേഖരന് പ്രസാദിക്കുന്നതാണ്. തിങ്കളാഴ്ച വ്രതം കൊണ്ട് തിങ്കൾ തലയിലണിയുന്ന പരമശിവൻ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം. ഓരോ പക്ഷത്തിലും വാവിന് ശേഷം ആദ്യം വരുന്ന തിങ്കളാഴ്ചയ്ക്കാണ് പ്രാധാന്യവും മഹത്വവും. അന്നേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധനാവുക. ഭസ്മവും ധരിക്കുക. പഞ്ചാക്ഷര ജപത്തോടെ ഭസ്മം കഴുത്തിലും കയ്യിലും ഇരുചെവികളിലും ധരിക്കുക. മഹേശ്വര ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുക. ജലതർപ്പണം നടത്തുക. ഇതും ഉത്തമമാണ്. കുവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ പുണ്യമുള്ളതാണ്. വൈകുന്നേരം കുളിക്കുക. ജപവും അർച്ചനയും നടത്തുക. ബ്രഹ്മജ്ഞാനികളെ കാൽ കഴുകിച്ച് ഊട്ടുക. അവരെ പ്രസാദിപ്പിക്കുന്നതിനായി ദക്ഷിണയും നൽകുക. അതിനെല്ലാം ശേഷമേ വ്രതാവസാനത്തിലെ പാരണകർമ്മം നടത്താവൂ. ഇതാണ് ഇന്ന്. എല്ലാവർക്കും നമസ്കാരം.